ഹായ് ഓൾ. എനിക്ക് ഉണ്ടായ അസുഖത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് തോന്നിയപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇതിനു മുൻപ് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നാനുണ്ടായ സാഹചര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമേ തന്നെ വിത്ത് പ്രൂഫ് എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഇത് കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ മുടി കൊഴിഞ്ഞതിൻ്റെ പ്രൂഫാണ്. ഇത്രയും മുടിയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ തലയിൽ നിന്നും കൊഴിഞ്ഞു പോയത്. ബാക്കി ഇനി കുറച്ചുകൂടി ഉള്ളൂ. അത് എത്ര നാൾ ഉണ്ടാകും എന്നെനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്കുള്ള അസുഖം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ അസുഖം വന്നപ്പോൾ ഒരുപാട് പേര് ആർഗ്യൂ ചെയ്ത്, ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയ ഒരു കാര്യമാണ്, നിനക്ക് നിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാണ്, നിൻ്റെ കയ്യിലിരിപ്പിൻ്റെയാണ് നിനക്കിതൊക്കെ വന്നത്, നീ ചെയ്തതിനൊക്കെയാണ് നിനക്കിതൊക്കെ കിട്ടിയത്. എനിക്ക് ഈ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായ റെസ്പോൺസ് ഇതൊക്കെയായിരുന്നു. നമുക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട് ആ സമയത്ത്. ഞാനത് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ ചാനലിൽ ഇമോഷണലി ഒരു വീഡിയോ ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചൊരു ചാനൽ തുടങ്ങിയ ആളാണ് ഞാൻ. ഈ ചാനൽ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിനുണ്ടായ ബുദ്ധിമുട്ടുകളും. അതുകൊണ്ടാണ് ഇതിലൊരു ബ്രേക്ക് വന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമുക്ക് വരുന്നത്? പലതരത്തിൽ വരാം. നമ്മുടെ ജനറ്റിക്സ് ഒരിക്കലും പാരൻസ് കോസ് ചെയ്യണമെന്നില്ല നമുക്കത് വരാൻ വേണ്ടി. പലതരത്തിലുള്ള ജനറ്റിക് മ്യൂട്ടേഷൻസും നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. പലതിൻ്റെ ഭാഗമായിട്ടും വരാം. എനിക്ക് ഈ അസുഖം കണ്ടു തുടങ്ങുന്നത് 2024 ഡിസംബർ 25 മുതലാണ്. ഞാൻ ഇങ്ങനെ എനിക്കൊരു അസുഖമുണ്ട്, എന്തോ ഒരു അസുഖമുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്ന് വരെ എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ലേ, ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? നിനക്ക് കല്യാണത്തിന് മുൻപ്, എൻ്റെ മാരേജ് കഴിഞ്ഞത് 2019 നിനക്ക് കല്യാണത്തിന് മുമ്പ് അറിയായിരുന്നില്ലേ നിനക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം? വെറുതെ ആ പയ്യൻ്റെ ജീവിതം നിനക്ക് തകർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇങ്ങനെയൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ഏകദേശം ഒരു 5 കൂടുതൽ വർഷം ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. അപ്പോൾ ഈ പ്രേമിച്ച കാലഘട്ടം അത്രയും എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല, എൻ്റെ വീട്ടുകാരുടെ അറിവിലില്ല, ആരുടെയും തന്നെ അറിവിലില്ല. എനിക്ക് ഈ കോവിഡ് വാക്സിനേഷനൊക്കെ ശേഷമാണ് ശരീരത്തിൽ പല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. നമുക്ക് അത്രയും ആരോഗ്യവതിയായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ചെരുപ്പ് ഏത് സമയം പൊട്ടുക, അപ്പം മൊത്തം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അലിഗേഷനാണ്, നിനക്കൊരു ശ്രദ്ധയില്ല, പണ്ടേ നിനക്കൊരു ശ്രദ്ധയില്ല, വണ്ടിയിൽ നിന്ന് നമ്മൾ ബാലൻസ് തെറ്റി വീണ് കഴിഞ്ഞാൽ നിന്റെ ഓവർ സ്പീഡാണ് അതിന് കാരണം. ഓവർ സ്പീഡ് ആയതുകൊണ്ടാണ് നീ അത് വീണത്. നിനക്ക് വെളിവില്ലാണ്ടാണ് നീ വണ്ടി ഓടിക്കുന്നത്, പറന്നാണ് നീ പോകുന്നത്. ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നത് നീ മുടി കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. വണ്ണം വെക്കുന്നത് നീ ഇങ്ങനെ തിന്ന് ചേർക്കുന്നതാണ്. ഇങ്ങനെയെല്ലാം കുറേ അലിഗേഷൻസ് കുറേ നാടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഈ അസുഖത്തിൻ്റെ ലക്ഷണമാണെന്ന് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടില്ലായിരുന്നെങ്കിൽ, അതായത് ഞാനിപ്പോൾ പറയുന്ന ലക്ഷണം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ഐഡൻറ്റിഫൈ ചെയ്യത്തില്ലായിരുന്നു. അത് ദൈവകടാക്ഷം കൊണ്ടാണ് എനിക്ക് ഡിസംബർ 25 കണ്ണിന് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയതും അതേ തുടർന്ന് ഞാനത് എന്താണെന്ന് അന്വേഷിച്ച് ഐ കെയറിൽ പോകുന്നതും അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നതും ഡോക്ടർ ബോബി എൻ്റെ രോഗം ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതെല്ലാം പെട്ടെന്ന് ഒരു 2 months അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മൾ അത്രയും നാൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടന്നിട്ട്, നമ്മളെല്ലാവരുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്നിട്ട്, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാവുമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഒറ്റപ്പെടുത്തൽ, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഫേസ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ, നമ്മൾ കാരണം മറ്റൊരാളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മുടെ പാരൻസിന് സങ്കടമാവാതിരിക്കാൻ, അടുത്ത റിലേറ്റീവ്സിന് സങ്കടമാവാതിരിക്കാൻ ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറയാം, ഈ വീഡിയോയിൽ ഞാൻ ഇമോഷണൽ ആയേക്കാം. അതിന് നിങ്ങൾ ആ സെൻസിൽ തന്നെ കാണുക. എനിക്കത് കൂടാതെ ഇനി ഇത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇതേ തുടർന്ന് ഞാൻ കഴിഞ്ഞ മെയ് അവസാനം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലെംട്രാഡ് അലൻഡെസ്മാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ്റെ ആദ്യത്തെ 5 ഡോസസ് എടുത്തു. അതിനുശേഷം എനിക്കുണ്ടായിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അല്ലാതെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ ഈ ഇഞ്ചക്ഷന് ഏകദേശം 18 lakhs ആയിരുന്നു ഇതിൻ്റെ കോസ്റ്റ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല മനസ്സുകൊണ്ട്, നമ്മൾ പേരറിയാത്ത ആളുകൾ വരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ബന്ധുക്കൾ, ഒത്തിരി റിലേറ്റീവ്സ്, അതായത് ഡിസ്റ്റന്റ് റിലേറ്റീവ്സ്, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ നാട്ടിലുള്ളവർ, ഒരുപാട് പേര്. പക്ഷേ ഈ പറയുന്ന സഹായങ്ങൾക്കൊക്കെ മറ്റൊരു വശമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു വർഷമാണ് കഴിഞ്ഞ 2025 മെയ് മുതൽ ഇന്ന് ഈ മാർച്ച് മാസം വരെ. അതായത് അന്നേ വരെ നമ്മളെ കണ്ടിരുന്ന ആളുകളുടെ സംസാര രീതിയിൽ വ്യത്യാസം വരിക. ഒബ്വിയസ്ലി ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ, ഒരു 10 രൂപ തന്ന് സഹായിച്ചിട്ടുള്ളവരോട് വരെ ഒത്തിരി അധികം കടപ്പാട് നന്ദിയും മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ്. അതിനൊന്നും ഇന്ന് ഈ നിമിഷം വരെ യാതൊരു തരത്തിലുള്ള കുറവും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്താണ് നമ്മളിൽ നിന്ന് അവർ
ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ പറയാം, ഓക്കെ അവളുടെ അഹങ്കാരം കൊണ്ടാണ് അവളങ്ങനെ പറയുന്നത്, അവൾക്കിപ്പോൾ എല്ലാം ആയല്ലോ, അതിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കറിയില്ല നമ്മുടെ ചുറ്റുമുള്ളവരുടെ മനോഗതി എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും നാള് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, വിഷമങ്ങൾ, ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. ആദ്യത്തെ 5 ഡോസ് എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും നാളുണ്ടായിരുന്ന ബുദ്ധിമുട്ട് കുറച്ച് നാളുകൾ കൊണ്ട് നമ്മൾക്ക് തുടച്ചു മാറ്റപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത്രയും നാൾ നമുക്ക് കിട്ടിയ ഒരു സപ്പോർട്ട്, ഇമോഷണലി, ഫിനാൻഷ്യലി നമുക്കൊരു ബാക്ക് ബോൺ പോലെ നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകൾ നമ്മൾ നേരെ ചൊവ്വേ നടക്കാൻ തുടങ്ങിയപ്പോൾ നേരെ പ്ലേറ്റ് മറിയാന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. അതായത് ഇതിനെ എഫേർട്ട് ഇട്ട് മുന്നിട്ട് നിന്നിരുന്ന ഒരുപാട് പേര് നമ്മളിപ്പോൾ കണ്ട ചിരിക്കത്ത് പോലുമില്ല. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണെന്ന്, എനിക്കൊട്ടും അറിയില്ല അതെന്തുകൊണ്ടാണെന്ന്. എന്താണ് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. എൻ്റെ രോഗം മാറിയതിനുള്ള ബുദ്ധിമുട്ടാണോ, അതോ രോഗം മാറിയിട്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ടാണോ, എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നമ്മളോട് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഉള്ള കാര്യമാണ് അല്ലേ. എങ്ങനെയാണ് നമ്മളല്ലാതെ അത് എങ്ങനെയാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക? ഒത്തിരി ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തവരുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഒട്ടും പരിചയമില്ലാത്തവർ ഇപ്പോഴും വന്ന് ചോദിക്കും, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് എന്നോടൊന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നമ്മളോട് വന്ന് ചോദിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് എല്ലാത്തിനുമുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പുറമേ കാണിക്കുന്ന സിംറ്റംസ് വളരെ കുറവാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഐ എം എ ഹെൽത്തി പേഴ്സൺ, പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം കൂടെ ഐ എം എ ഹെൽത്തി പേഴ്സൺ. പക്ഷേ നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് എനിക്കിത് പറയാതെ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ വയറ് നിറച്ച് ചോറ് നിന്നിട്ട് ഒരുപാട് നാളായി. കഴിഞ്ഞ മാർച്ച് 19-ാം തീയതി നേർച്ച സദ്യക്ക് പോകുമ്പോഴാണ് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. എനിക്കറിയില്ല, ദൈവം സഹായിച്ചിട്ട് അന്നത്തെ ചടങ്ങിൻ്റെ പ്രത്യേകതകളായിരിക്കും, ഔസേപിതാവിൻ്റെ അനുഗ്രഹമായിരിക്കും. ഒരുപാട് നാൾ കൂടി കുറേ ചോറ് നിന്നു. അത്രയും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിനോട് വെറുപ്പ് തോന്നുക, ഇങ്ങനെ മതിപ്പ് കെട്ടുപോവുക, ഇതൊക്കെ ഈ അസുഖത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. ഭയങ്കര ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറിനടുത്തൊക്കെ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്ത ടൈമുണ്ട്. ആ ഒരു സ്ട്രെസ്സിൽ നമ്മൾ ഡെയിലി റൊട്ടീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പം നമ്മുടെ ബന്ധുക്കൾ വരെ നമ്മളിങ്ങനെ കളിയാക്കാറുണ്ട്, ഓ ഇനി അവൾ ടോയ്ലറ്റിൽ പോയി ഇനി 3/4 മണിക്കൂർ ചെയ്യാണ്ട് പ്രതീക്ഷിക്കേണ്ട, 1/2 മണിക്കൂർ ചെയ്യാണ്ട് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അതിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതും അതിനുള്ളിൽ സ്ട്രഗിളും നമുക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഒരുപാട് നാളുകളായിട്ട് എൻ്റെ നഖം പോലും മര്യാദയ്ക്ക് വളർന്നിട്ടില്ല. അതായത് അത്ര പോലും നമുക്ക് ആരോഗ്യം റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഡെയിലി ഉള്ള മെഡിസിൻസ്, എത്രയോ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ഒബ്വിയസ്ലി നമുക്ക് ഫറ്റീഗ് ഉണ്ടാക്കും. ക്ഷീണം, ഉറക്കം, ഡിപ്രഷൻ, എന്തൊക്കെ സ്റ്റേജിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഡിപ്രഷൻ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ ആളുകളുടെ ഇപ്പോൾ അത് പെണ്ണുങ്ങൾ ഉണ്ടാക്കി പറയുന്നൊരു കാര്യമാണ്. ഒരിക്കലുമല്ല. ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. അത് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ. അതായത് നമ്മൾ ഒത്തിരി സ്നേഹം പ്രതീക്ഷിക്കുന്ന ആളുകൾ നമ്മളെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചാൽ നമുക്കത് പെട്ടെന്ന് താങ്ങാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ചിരി വരും, പക്ഷേ ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് നമ്മളൊരു വീഡിയോ കണ്ടിട്ട്, തമാശ കണ്ടിട്ട് പോലും, ഒരു ഫിലിം ഇരുന്ന് കാണുമ്പോൾ പോലും നമുക്ക് ചിരിക്കാൻ തോന്നാത്തൊരവസ്ഥയില്ലേ, അത് ഭയങ്കര മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയോ, ഇനി എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ അസുഖത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് അവെയർ ആയിരിക്കും. അപ്പോൾ ഇതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഇനി എൻ്റെ അടുത്ത 3 ഇഞ്ചക്ഷൻ ഈ മെയിലാണ് വരുന്നത്. അതിൻ്റെ ടെൻഷൻ, നമുക്ക് ആ വരുന്ന ഇഞ്ചക്ഷന് അത്രയും ബുദ്ധിമുട്ടുള്ള ഇഞ്ചക്ഷനാണ്, അതിൻ്റെ ബോഡി താങ്ങുമോ. നമ്മൾ കാണുന്ന ഡോക്ടർ തന്നെ പറയുവാണ് അടുത്ത ഇഞ്ചക്ഷൻ കുറച്ച്, അതായത് കാണുന്ന ഡോക്ടർ എന്ന് പറയുന്നത് നമുക്ക് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മൾ വിളിക്കുമ്പോൾ പറയുവാണ് അത്രയും ഹെവിയർ ആയിട്ടുള്ള മെഡിസിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാൻ പാടില്ല, കുറച്ച് അവെയർ ആയിരിക്കണം, കുറച്ച് ഹെൽത്തി ആയിരിക്കണം എന്ന് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഓക്കെ ഞാനിനി ചാവോ, ഞാനിനി ജീവിക്കോ, ഞാനിനി ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നൊരവസ്ഥയില്ലേ. ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. എനിക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ എൻ്റെ അതേ അസുഖമുള്ള ഒരു കുട്ടി മെസ്സേജ് ചെയ്തിരുന്നു. ആ കുട്ടിക്ക് 24 വയസ്സാണ്. അപ്പോൾ ആ കുട്ടിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ കുട്ടി ഡെയിലി ടാബ്ലറ്റുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ആ കുട്ടി കാണുകയാണെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതിപ്പോൾ എല്ലാവരുടെയും വിഷമം എല്ലാവർക്കും മനസ്സിലാവണമെന്നോ മനസ്സിലാക്കണമെന്നോ യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. പക്ഷെ നമ്മളവരെ തളർത്താതിരിക്കുക.
ഇപ്പോഴും നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചോദ്യമാണ്, ഓ ഇപ്പം ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ എല്ലാം ഓക്കെ അല്ല അല്ലേ, ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പം നല്ല ആക്റ്റീവായല്ലോ, ഇപ്പം നല്ല തടിയൊക്കെ വെച്ചല്ലോ, ഇപ്പം നല്ല തുടുത്തല്ലോ, ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സ്ഥിരം അത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഫീലില്ലേ, അതെങ്ങനെയാണെന്ന് എനിക്ക് നിങ്ങളെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് തികച്ചും ഒരു സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോയാണ്. എന്നെ ബന്ധപ്പെട്ടവർക്ക്, എന്നായിട്ട് അടുപ്പമുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ എടുക്കുന്ന വീഡിയോ. ഇമോഷണലായിട്ട് നിങ്ങൾക്ക് തോന്നാം, കുട്ടി എന്താ പറയുന്നതെന്ന് തോന്നാം, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. കാരണം അടുത്ത ഇഞ്ചക്ഷന് മുമ്പെങ്കിലും എനിക്ക് ഈ സ്ട്രെസ്സിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞ് കിട്ടണമെന്നുണ്ട്. അതായത് ഈ ഇഞ്ചക്ഷൻ ഞാൻ എടുത്തതുകൊണ്ട്, ഒരുപാട് പേരുടെ ഹെൽപ്പ് സ്വീകരിച്ചതുകൊണ്ട് ഞാനിനി ഒന്നും ചെയ്യാൻ പാടില്ല. എനിക്കൊരു ഡ്രസ്സ് ഇടാൻ പാടില്ല, നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു വീട് എടുക്കേണ്ടതായിട്ട് വന്നു, അത് നമുക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, നമ്മളൊരു നല്ല നല്ല കമ്മലിടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ അസുഖം വന്നതിൽ പിന്നെ എനിക്ക് എൻ്റെ മാരേജ് കഴിഞ്ഞാണ് എനിക്ക് സ്വന്തമായിട്ടൊരു താലിമാല പോലും ഇല്ല. അപ്പം നമ്മളത് എഫേർട്ട് എടുക്കാത്തത് കൊണ്ടോ നമ്മുടെ കയ്യിൽ നിന്നും ഫിനാൻഷ്യലി സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടോ അല്ല ഇതൊന്നും, അവരത് തന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് എനിക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഇതൊന്നും പറയണ്ട എന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ നിങ്ങൾ അവസ്ഥ മനസ്സിലാക്കി വേണം ഒരാളോട് കുറ്റപ്പെടുത്താനും അയാളെ ഒറ്റപ്പെടുത്താനും. ഞാൻ ഈ ഇഞ്ചക്ഷൻ കഴിഞ്ഞ പിന്നെ ഒരുപാട് അനുഭവിച്ചൊരു കാര്യമാണ് ഈ ഒറ്റപ്പെടൽ. എവിടെ ചെന്നാലും നമ്മളോട് മിണ്ടാൻ ആളുണ്ടാവില്ല. അവരുടെ മനസ്സുകൊണ്ട് ഹെൽപ്പ് ചെയ്തവർ പോലും നമ്മളെ പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ കാണുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നതെന്നും എനിക്കറിയാൻ പാടില്ല. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കും എത്രമാത്രം ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഹെൽത്തി ആയിട്ട് നടക്കാനായിട്ട്, അതായത് ഹെൽത്തി ആണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല. എനിക്ക് മാതാപിതാക്കളുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, തികച്ചും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവരുടെ കാലം അത്രയും നമ്മൾ സന്തോഷമായിട്ട് കാണിക്കാമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, നമുക്ക് ജീവിതത്തിൽ പല വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും, പല കാര്യങ്ങളിൽ. ആ കാര്യങ്ങൾ കൊണ്ട് ആണ് ഈ രോഗം വന്നത് എന്നൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും നമുക്ക് തോന്നുന്ന അവസ്ഥ. ഈ രോഗം നിങ്ങൾക്ക് വന്നുകൂടെ, വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ ഇമോഷൻസ്? എനിക്കറിയില്ല അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. അത്രയും ആക്റ്റീവായിട്ട് നടന്ന ഒരാൾക്ക് പെട്ടെന്ന് രോഗം ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവുക, ആരോട് സംസാരിക്കണ്ട, ആരോട് മിണ്ടണം എന്നില്ല, ആരുടെയും കോൾ അറ്റൻഡ് ചെയ്യണം എന്നില്ല, ഒട്ടും എൻഗേജ് ആവണം എന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നുന്നൊരു പ്രത്യേകതരം മാനസികാവസ്ഥയില്ലേ. പിന്നെ അന്ന് എങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ പിറ്റേ ദിവസം എല്ലാവരോടും മിണ്ടണം. പക്ഷെ ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളേ അല്ല. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലാന്ന് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ സ്ഥിരം ഇങ്ങനെ ചടച്ച് കിടക്കുക, എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം മതിയാണ്ടാവുക, ചില ദിവസങ്ങളിൽ നമുക്ക് ഉറക്കം കിട്ടാണ്ടാവുക, എത്രയോ മണിക്കൂർ നമ്മളിങ്ങനെ ഉറക്കൊഴിച്ച് എഴുന്നേറ്റിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഏത് ഡ്രസ് ഇട്ടാലും നമ്മളിങ്ങനെ വേർത്ത് ചീഞ്ഞ് കുളിക്കുക. അത് ചൂട് കൊണ്ടല്ല, അത് ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത നാൾ മുതൽ അനുഭവിക്കുന്നതാണ്. ചൂട് താങ്ങാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് എന്തിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത് എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് വന്നേ പിന്നെ. അതായത് നമ്മൾ കടന്നു പോകുന്ന കുറേ ട്രോമാറ്റിക് സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് വാക്ക് പറയുമ്പോൾ ട്രോമ എന്നൊക്കെ ഭയങ്കര ഇംഗ്ലീഷായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ആ ഒരു വേർഡിനെ മീനിങ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എനിക്കറിയില്ല അത് ഇനി എത്ര നാളെടുത്താലാണ് എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നത് എന്നുള്ളത്. എനിക്കിപ്പോഴും അറിയില്ല. കല്യാണം കഴിഞ്ഞിട്ടൊരു 7 കൊല്ലമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ നമ്മളൊരു ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ അവസ്ഥ എന്താകും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെ ആയിരിക്കും? എനിക്കിനി ഒരു കുട്ടി ഉണ്ടാവില്ലേ? ഇനി എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. അത് ഈ ഇങ്ങനെ പറയുന്നവർക്കും ഇങ്ങനെ കിടന്ന് കളിയാക്കുന്നവർക്കും ഒട്ടും മനസ്സിലാവുന്ന ഒരു കാര്യമേ അല്ല. ശരിക്കും നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ വിട്ടുപോകുന്ന കാര്യങ്ങൾ വെച്ചാൽ ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്ന രോഗിയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമ്മുടെ സൊസൈറ്റിക്ക് അറിയില്ല. അയാൾക്ക് എങ്ങനെ ഒരു നല്ല മാനസികാവസ്ഥ കൊടുക്കാമെന്ന് നമ്മുടെ സൊസൈറ്റിക്ക് അറിയില്ല. അയാളുടെ ചിരി കാണണം നമ്മുടെ സൊസൈറ്റിക്ക് ഇല്ല. എപ്പോഴും അയാളിങ്ങനെ രോഗത്തിൽ കേന്ദ്രീകരിച്ച് രോഗിയായിട്ട് ഇങ്ങനെ വിഷാദപ്പെട്ടിരുന്നോണം, എപ്പോഴും ഇങ്ങനെ വയ്യാത്ത പോലെ അഭിനയിച്ചോണം, എപ്പോഴും ഒന്നും നമ്മുടെ സന്തോഷമായിട്ടിരിക്കാൻ പാടില്ല, നമ്മുടെ സന്തോഷമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ശരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു സന്തോഷമുള്ള കാര്യം നമുക്കൊരു സ്റ്റാറ്റസ് പോലും ഇടാൻ പറ്റത്തില്ല. അപ്പോഴേക്കും വരും 100 കമൻസ്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, നീ ഇപ്പം അങ്ങനെ നടക്കുകയല്ലേ, നീ ഇപ്പം ഇങ്ങനെ നടക്കുകയല്ലേ. എനിക്കറിയില്ല ഇതൊക്കെ എന്താണെന്ന്. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയില്ലേ, ആ അവസ്ഥയിൽ നമുക്ക് കിട്ടാത്ത ഹെൽപ്പാണ് നമ്മൾ പല മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് ഇനിയെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനിയും എന്നെ കാണുന്നവർ ഇതേപോലെ തന്നെ എന്നോട് സംസാരിച്ചാൽ എനിക്കറിയില്ല എൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത്. അപ്പം എനിക്കിത് റെക്കോർഡ് ചെയ്യണമെന്ന് തന്നെ തോന്നി.
നിങ്ങളോട് പറയണം എന്ന് തന്നെ തോന്നി. എത്രമാത്രം നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നുമല്ല. പക്ഷെ അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ഒരാളെ, പോട്ടെ ഏത് ഡിസീസും ഉള്ള ഒരാളെ, ഒരു പനിയാണെങ്കിൽ കൂടി അയാളെ തളർത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നയിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് അവരിങ്ങനെ പിടിച്ച് 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 കയറാൻ നോക്കുമ്പോൾ നേരെ വലിച്ച് കാടിടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? അസുഖമുള്ളവർക്കും ജീവിക്കണം, ഇല്ലാത്തവർക്കും ഈ ലോകത്ത് ജീവിക്കണം. അപ്പോൾ അവരവരുടെ വഴിക്ക് വിടും എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി 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 നമ്മൾ എത്ര നാൾ ഒരാളിങ്ങനെ ജഡ്ജ് ചെയ്യും? എത്ര നാൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അഭിനയിക്കാൻ പറ്റും? ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയതിൽ കണ്ടതാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആളുകൾ ശരിക്കും മോസ്റ്റ് 80% അത് വുമൻസിനാണ് വരിക. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ സ്വന്തം കാര്യത്തേക്കാൾ അധികം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്വന്തം ഹെൽത്ത് നോക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് ചെയ്യാൻ നോക്കുക. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയേക്കാൾ അധികം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് റെസ്പോൺസിബിൾ ആവുക. ഇതൊക്കെ ഒരു കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ അതൊക്കെ ഒരു വിധത്തിൽ ശരിയാണ്. ഞാൻ കുറേയൊക്കെ അങ്ങനെയാണ് ഇപ്പോഴും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിന് ഉത്തരം. എന്താ നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? എന്താ നിനക്ക് പെട്ടെന്ന് സങ്കടം വരുന്നത്? എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇതേ പൂക്കണ്ണീര് ഒഴുക്കി തുടങ്ങി. ഇതിനൊന്നും എനിക്ക് ഉത്തരവില്ല. എനിക്കിപ്പോൾ ഇങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നതിന് വലിയ കാര്യം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ. അതായത് ഇപ്പോഴത്തെ ലൈഫ് നമുക്ക് ദൈവം തന്നൊരു ഒരു നിധി പോലെ എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. എത്രമാത്രം നമ്മളതിനോട് സർവൈവ് ചെയ്ത് വരാൻ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ സെൻറ്റൻസുകൾ നമ്മുടെ ചവിട്ടിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അവസ്ഥയുമില്ലേ, അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അതങ്ങനെ ഒരു അവസ്ഥ വന്ന ആൾക്കേ അതിനെക്കുറിച്ച് മനസ്സിലാവത്തുള്ളൂ. ഇനിയെങ്കിലും ഇത് കാണുന്ന എന്നെ അറിയാവുന്നവർ ദൈവത്തെ ഓർത്ത് നമ്മൾ വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളോട് യാതൊരു തരത്തിലുള്ള പാപം ചെയ്തിട്ടില്ല. ഈ അസുഖം എനിക്ക് വന്നത് എൻ്റെ കുഴപ്പമുണ്ടോ, എൻ്റെ വീട്ടുകാരുടെ കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കതുണ്ടോ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇതൊരു അവസ്ഥയാണ്, ഇതൊരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥയാണ്. ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള, അതായത് ഇന്നർ പെയിൻ നമുക്ക് തരുന്ന നമ്മൾ യൂഷ്വലി നമ്മൾ സെൽഫായിട്ട് അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരവസ്ഥ. ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും നമുക്ക് ഭ്രാന്താവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ നമ്മൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് കണ്ണ് ബ്ലറായി. ഞാൻ ഇടിഞ്ഞു കുത്തി വീണത് കിണറിൻ്റെ അരിയിലോട്ടാണ്. ദൈവഭാഗ്യം കൊണ്ട് ഞാൻ കിണറിൻ്റെ ഉള്ളിലോട്ട് പോയില്ല. അവിടെ നിന്ന് നമ്മൾ മാരും കാണാതെ വേഗം പൊടി തട്ടി എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്, ദൈവമേ ഞാനിനി വീണ് പോകുമോ? കണ്ണിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു താക്കോല് നമ്മൾ വീട് മുഴുവൻ കിടന്ന് തപ്പുവാണ്. എനിക്ക് പിടുത്തം കിട്ടുന്നില്ല ഇത് എവിടെയാണ് വെച്ചതെന്ന്. പിന്നെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു സാധനമാണ് അതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടില്ലേ? അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കറി നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ വെച്ചിട്ട് നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പില്ലാണ്ട് തോന്നുക, രുചിയില്ലാണ്ട് തോന്നുക, ഛർദ്ദിക്കാൻ വരിക, ആ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ തോന്നുക. ഇതെനിക്കറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. ഭയങ്കര വെള്ളം ദാഹം തോന്നിയിട്ട് നമ്മൾക്ക് കുറേ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കുടിക്കാൻ പറ്റത്തില്ല, കുടിക്കാൻ തോന്നുന്നില്ല, കുടിക്കാനായിട്ട് സാധിക്കുന്നില്ല. കുടിക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ റിട്ടേൺ വരാം. ആ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്? വായല വെള്ളം പറ്റിയിട്ട് പോലും ഒരു തുള്ളി വെള്ളം ഇൻടേക്ക് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. വെളുപ്പിന് 4 മണിയായിട്ട് മുറക്കം കിട്ടാതുള്ള ബുദ്ധിമുട്ട്. നമുക്ക് CSF ഫ്ലൂയിഡ് നമ്മുടെ നട്ടലിന് കുത്തിയെടുത്തിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ആ എടുത്ത സ്ഥലത്ത് നമ്മൾ അനുഭവിക്കുന്ന ബാക്ക് പെയിൻ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹെഡ് ഏക്ക്, തല പൊട്ടിച്ച് കളയാവുന്ന അവസ്ഥ. ഇതൊക്കെ എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക ഒരാളോട്? ഇതൊക്കെ എങ്ങനെ മാത്രം ചുരുങ്ങി നിൽക്കുന്ന കാര്യമാണ്. ഇതെങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ മുടി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോയ മുടിയുടെ കണക്കാണ്. ഇത് സ്വാഭാവികമായിട്ടും ഒരാൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര മാത്രമായിരിക്കും. ചില ദിവസം നമുക്ക് വായ തുറന്ന് മിണ്ടാൻ പറ്റാണ്ടിരിക്കാൻ തോന്നാം. വായ ലിറ്ററലി സിറ്റ് ലോക്കായിരിക്കും. എനിക്കൊന്നും സംസാരിക്കാൻ തോന്നാറില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുക. ഇതൊക്കെ ഈ അസുഖത്തിൻ്റെ ഭാഗമാണ്. ഇനി ഇതെല്ലാം മാറണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 3 ഇഞ്ചക്ഷൻ കൂടി എടുക്കണം. ആ ഇഞ്ചക്ഷൻ കൂടി എടുത്ത് കഴിയുമ്പോഴേ എൻ്റെ ഇതൊക്കെ മാറത്തുള്ളൂ. പറഞ്ഞു വരുന്നത് ഇത്രയുമാണ്. ഓരോ രോഗാവസ്ഥയിലും ഒരു രോഗി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അയാൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതൊരു ചെറിയ പനി മുതൽ ചെറിയ ചുമ മുതൽ തുമ്മലാണെങ്കിൽ കൂടി. അപ്പം അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാതെ നമുക്കൊന്നും അവരുടെ കൂടെ നിൽക്കാൻ പാടില്ലേ? അയാൾക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ ഡാമേജ് കുറച്ചെങ്ങനെ കുറയില്ലേ? ഇനിയെങ്കിലും നമ്മുടെ സൊസൈറ്റി മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മളെല്ലാത്തിനും ഇങ്ങനെ കുറ്റപ്പെടുത്തി എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ച് എത്ര നാൾ നമ്മളിങ്ങനെ പോകും?
ഞാൻ ഇങ്ങനെയൊക്കെ ആളുകൾ എന്നോട് പെരുമാറും ഞാൻ ആലോചിക്കുകയാണ് ഇതിലും ഭേദം ഇത് വന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോണതായിരുന്നു. അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥ വരെ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കാനായിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ വരെ, അതായത് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും, ഈ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ രോഗം ഓക്കെ ആവും എന്ന് കേട്ടപ്പോൾ ഉണ്ടായ ആ തെളിഞ്ഞ ലൈറ്റില്ലേ, അത് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മങ്ങിപ്പോയി എന്നുള്ളതാണ്. എനിക്കത് നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഇത് കാണുന്നവർക്ക് കുറച്ചെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ വലിയ കാര്യം, വലിയ ഉപകാരം. ആരോടും ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാതിരിക്കുക. എനിക്കറിയില്ല, അത്രയും നാളും പൊന്നെ, തേനെ, മോനെ, കരളെ എന്നൊക്കെ വിളിച്ച ആളുകൾ ചിലപ്പോൾ കണ്ടാൽ പോലും മിണ്ടത്തില്ല. കണ്ടിട്ട് മാസങ്ങളായവർ വരെയുണ്ട്, മിണ്ടിയിട്ട് മാസങ്ങളായവർ വരെയുണ്ട്. അത്രയും നാളെ എല്ലാ ദിവസവും കോൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അപ്പോൾ വിളിക്കത്തില്ല. ഇത് നമ്മളങ്ങോട്ട് വിളിക്കാത്തത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണേ എനിക്കറിയാം. അതൊരു രോഗാവസ്ഥയാണ്. അതായത് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട ഒരു ചട്ടയ്ക്കുള്ളിൽ ആവാൻ നോക്കാന്ന് പറയില്ലേ, നമുക്കതിന് പുറത്ത് വരണമെന്നുണ്ട്, പക്ഷെ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ളൊരവസ്ഥ അത് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് എൻ്റെ കാര്യം എന്നല്ല, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരോടും ഇതുപോലെ പെരുമാറാതിരിക്കുക. മെൻ്റലി നമ്മൾ സപ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളെല്ലാം തന്നെ. ഈ മാർച്ച് മാസം ഓട്ടോ ഇമ്മ്യൂൺ അവയർനെസ് കൊടുക്കുന്ന മാസമാണെന്നാണ് പറയുന്നത്. എത്ര അവയർനെസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ച്? എന്താ അറിയാം നമ്മുടെ സൊസൈറ്റിക്ക്? ഞാനടക്കം ഈ രോഗം എനിക്ക് വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതുപോലെ എത്രയോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, എത്രയോ അനുഭവിക്കുന്ന എത്ര ലക്ഷം പേരുണ്ടാവും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അപ്പോൾ അവരവരുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് കൈപിടിച്ച് ഉയർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ? അവരിങ്ങനെ തളർത്തി കൊണ്ടുപോകാതെ നമുക്ക് അവർ ഉയർത്തി കൊണ്ടുവന്നൂടെ? നമ്മുടെ വാക്കുകൊണ്ട് നമ്മളവർക്ക് ഉണ്ടാക്കുന്ന വിഷമങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു അവർക്ക് തോന്നിയേക്കാവുന്ന ഒരു എനർജി. എനിക്കിത് നിങ്ങളോട് പറയാനേ സാധിക്കുള്ളൂ, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്ക് കഴിയില്ല. ഇനി 3 ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചതും എൻ്റെ ചാനലിൽ ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഈ ഒരു വീഡിയോ എനിക്ക് ഇടേണ്ട വന്നത്. മനസ്സിലാകുമെന്ന് തന്നെ കരുതുന്നു. മനസ്സിലാക്കുക. എനിക്ക് ചെയ്യണമെന്നല്ല, ഇനി ഇത് ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. നമ്മളൊരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പിടിച്ച് താഴെ ഇടരുത്. ഒരു കൈത്താങ്ങാവാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ നമ്മളൊരു കുഴിയിലോട്ട് തള്ളിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തന്നെ കരുതുന്നു.